മണ്ണിനടിയിൽ ഒരു കുളം കുത്താനുള്ള വെള്ളം സംഭരിക്കുന്ന മരം, കുളം വെട്ടിമരം. ലോകത്ത് തന്നെ അപൂർവ വൃക്ഷങ്ങളുടെ ഗണത്തിൽപ്പെടുന്ന ഇവ വനംവകുപ്പിന്റെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ലോകത്ത് 500-ൽ താഴെ മാത്രമുള്ള കുളവെട്ടി മരങ്ങളിൽ 150ഓളം മരങ്ങളും നമ്മുടെ തൃശൂർ കലശമലയിൽ സംരക്ഷിച്ചു വരികയാണ്. ജൈവ വൈവിധ്യങ്ങളാൽ സമ്പന്നമായ ഇടം കൂടിയാണ് ഇവിടം. തൃശൂർ കലശമലയിലാണ് നമ്മളുള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെ ഒരുപാട് കുളവെട്ടി മരങ്ങളുണ്ട് എന്നുള്ളതാണ്. ഈ മരങ്ങൾക്കും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ലോകത്തിൽ തന്നെ വളരെ കുറച്ച് മാത്രമാണ് ഈ മരങ്ങളുടെ സമ്പത്തുള്ളത്. ഈ മേഖലയിൽ മാത്രം 200-ലധികം കുളവെട്ടി മരങ്ങളാണുള്ളത്. ലോകത്തിൽ 500-ൽ താഴെ മാത്രം ഈ കുളവെട്ടി മരങ്ങൾ ഉള്ളൂ എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന കണക്ക്. ഇവിടെ എത്തിയാൽ മറ്റൊരു ലോകത്തേക്ക് പോയ പോലെയാണ്. നഗരപ്രദേശത്തു നിന്നും പെട്ടെന്ന് നമ്മൾ ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ വലിയ മാറ്റമാണ്. ആ മാറ്റമാണ് നമ്മൾ കാണാൻ പോകുന്നത്. കലശമല ശിവവിഷ്ണു ക്ഷേത്രത്തിനോട് തൊട്ടടുത്താണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ ഭാഗമായുള്ളൊരു പ്രദേശമായിരുന്നു. ഇപ്പോൾ സംരക്ഷിത മേഖലയായതിനാൽ തന്നെ വേർതിരിച്ച് നിർത്തിയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ കിളികളുടെ ആ ഒരു ശബ്ദവും അതുപോലെ തന്നെ ആ പ്രകൃതിയുടെ മനോഹരമായ ഒരു കാഴ്ചകളുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാഴ്ചയിൽ മനോഹരം മാത്രമല്ല, കുളവെട്ടി മരങ്ങൾ നിൽക്കുന്ന ഇടം ജലം സംഭരിച്ച് ചതുപ്പ് പ്രദേശത്തിന് സമാനമാക്കാൻ കഴിവുള്ളവയാണ്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇവയെ നമ്മുടെ കുന്നംകുളത്ത് സംരക്ഷിച്ചു വരികയാണ്. ലോകത്ത് 500-ൽ താഴെ മാത്രമേ ഇത്തരം മരങ്ങൾ അവശേഷിക്കുന്നുള്ളൂവെന്നാണ് കണക്കുകൾ. അതിൽ 180ഓളം മരങ്ങളാണ് കലശമലയിൽ ഉള്ളത്. വനംവകുപ്പ് പ്രത്യേക സംരക്ഷിത മേഖലയായി ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മരങ്ങളുള്ള ഇടങ്ങളിൽ ജലക്ഷാമം ഉണ്ടാകില്ലെന്നാണ് പറയപ്പെടുന്നത്. ശരിക്കും അഗതിയൂര് എന്നുള്ളതല്ല, അഗസ്ത്യയൂര് എന്നാണ് ശരിക്കും ഇവിടെ പറഞ്ഞു കേട്ടേക്കുന്നത്. അഗസ്ത്യമുനി തപസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണെന്നാണ്. അദ്ദേഹത്തിൻ്റെ കമണ്ടലൂലെ ജലം വീണിട്ടുള്ള സ്ഥലമായതുകൊണ്ടാണ് ആ കലശജലം പോയത് കൊണ്ടാണ് ഇതിന് കലശമല എന്നുള്ള പേര് വന്നതെന്നുള്ളത് ഇവിടെ കാരണവർ പലരും പറയുന്നത് കേട്ടിട്ടുള്ളതാണ്. ജലത്തിനെ തടഞ്ഞു നിർത്താനും സ്രോതസ്സിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് ഈ വൃക്ഷങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ ഇവിടെയൊക്കെ പണ്ട് ചതപ്പായിരുന്നു എന്നാണ് പറഞ്ഞത്. മനുഷ്യരെന്നെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അരയ്ക്ക് മേലേക്ക് താഴ്ച പൂവും, അത്രയും ഒരു ഇതായിരുന്നു എന്നാണ് പറഞ്ഞത്. നിരവധി ഗവേഷകരും ഇവിടെ എത്തി പഠനം നടത്താറുണ്ട്. കുന്നംകുളം നഗരത്തിനോട് അടുത്തു കിടക്കുന്ന പ്രദേശമാണെങ്കിലും ഒരു ഉൾക്കാട്ടിലെന്ന പോലെയുള്ള അന്തരീക്ഷമാണിവിടെ. നട്ടുച്ചയ്ക്ക് പോലും സൂര്യപ്രകാശം താഴെ പതിക്കാത്ത ഇടം എന്ന് വേണം നമുക്ക് ഈ ഒരു സ്ഥലത്തെ പറയാനായി. അത് അത്രത്തോളം നിബിഡമാണ്, വൃക്ഷങ്ങളാൽ നിബിഡമാണ് ഈ ഒരു സ്ഥലമെന്ന് പറയുന്നത്. വനംവകുപ്പിന്റെ റെഡ് ലിസ്റ്റിലുള്ള കുളവെട്ടി മരങ്ങൾ ഔഷധ ഗുണങ്ങളും ഉള്ളവയാണ്. വൃക്ഷത്തിന്റെ തോല് വാദത്തിനുള്ള മരുന്നായും ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ വാദം കൊല്ലി എന്ന പേരിലും കുളവെട്ടി മരങ്ങൾ അറിയപ്പെടുന്നു. അവധി ദിവസങ്ങളിൽ ഉൾപ്പെടെ നിരവധി ആളുകൾ ഈ പ്രദേശത്തെത്താറുണ്ട്. ഇവിടുത്തെ ശാന്തമായ അന്തരീക്ഷം തന്നെയാണ് എല്ലാവരുടെയും പ്രിയപ്പെട്ട ഇടമാക്കി ഇവിടം മാറ്റുന്നത്. ഒറ്റനോട്ടത്തിൽ ഒരു റിസർവ് ഫോറസ്റ്റിനകത്താണെന്ന് തോന്നിപ്പോകും. പക്ഷേ നഗരപ്രദേശത്ത് നിന്നും അധികം അകലെയല്ലാതെ ഏകദേശം ഒരു 1.5 ഏക്കർ സ്ഥലത്താണ് ഈ കുളവെട്ടി മരങ്ങളൊക്കെ സംരക്ഷിച്ചു പോരുന്നത്. പക്ഷേ അത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ സംരക്ഷിക്കേണ്ടതാണ്. അതിൻ്റെ ഒരു പ്രാധാന്യം അത്രത്തോളം ഉണ്ട് താനും. അങ്ങനെയാണ് ഇനി വേണ്ടത്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ. എത്ര മനോഹരമായ ഇടമല്ലേ! ആ പച്ചപ്പ് കാണുമ്പോൾ തന്നെ കണ്ണിന് എന്തൊരു ആശ്വാസം ഉണ്ടാകുന്നു അല്ലേ. അപ്പോൾ വളരെ പ്രത്യേകതകളുള്ള മരമാണ് ഈ കുളവെട്ടി മരം എന്നുള്ളത്. നമുക്കിപ്പം MS ലിഷോയ് ചേരുന്നുണ്ട്. ലിഷോയ്, ലോകത്ത് തന്നെ അപൂർവ വൃക്ഷങ്ങളുടെ ഗണത്തിൽപ്പെടുന്ന ഒരു മരമാണ്. എന്തൊക്കെയാണ് ഈ മരത്തിന്റെ പ്രത്യേകത? ഇതെങ്ങനെയാണ് സംരക്ഷിച്ചു പോരുന്നത്? വെട്ടിമരങ്ങൾ നിൽക്കുന്ന ഇടം അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം പ്രകൃതി സമ്പന്നമാണ് അവിടെ എന്നുള്ളത്. കാരണം വളരെയേറെ ഒരു നിബിഡമായൊരു വനത്തിൻ്റെ അന്തരീക്ഷം തന്നെയാണ്. അതിനുള്ളിലിരിക്കാൻ പോലും അല്ലെങ്കിൽ നടക്കാൻ പോലും വലിയ ഒരു സുഖമാണ്. അല്ലെങ്കിൽ സൂര്യപ്രകാശം പോലും താഴെ എത്താത്ത രീതിക്കുള്ള അത്രത്തോളം നിബിഡമാണ് അവിടം എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും റെയർ ആയിട്ടുള്ള ഒരു വൃക്ഷത്തെ അത്
അത് വളരെയേറെ പ്രാധാന്യത്തോടു കൂടി തന്നെ സംരക്ഷിച്ചു പോരേണ്ടതുണ്ട്. അത് നിൽക്കുന്ന ഒരിടം എന്ന് പറയുന്ന കുളവെട്ടി മരങ്ങൾ നിൽക്കുന്ന ഇടം എന്ന് പറയുന്നത് തന്നെ ഒരു അവിടെയെല്ലാം തന്നെ ചതുപ്പ് നിലമാക്കാൻ കഴിയുന്ന തരത്തിൽ അത്രത്തോളം കഴിവുള്ള മരങ്ങളാണ്. കാരണം വെള്ളം അത്രത്തോളം സംഭരിച്ചു വയ്ക്കാൻ കഴിവുള്ളതാണ്. ലോകത്തിൽ തന്നെ 500-ൽ താഴെ ഈ കുളവെട്ടി മരങ്ങളെ ഇപ്പോൾ ഉള്ളൂ എന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ കണക്ക്. അതിൽ തന്നെ 200-ഓളം മരങ്ങൾ ഇവിടെ തന്നെ കുന്നംകുളത്തെ കലശമലയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ഈ ഒരു നഗരപ്രദേശത്ത് നിന്നും അതിനോടധികം ദൂരെയില്ലാത്ത ഇടത്താണ്, ഏകദേശം ഒരു 1.5-2 ഏക്കറിന് അടുത്ത് ഉള്ള ഒരു ഇടത്ത് ഇത്രയും ഒരു വനത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഈ മരങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് എന്തായാലും വളരെയേറെ സംരക്ഷിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ അവിടേക്ക് ഒരുപാട് ഗവേഷകരുൾപ്പെടെ നിരവധി ആളുകളാണ് ഓരോ ദിവസവും എത്തുന്നത്. അവിടുത്തെ ആ ഒരു പ്രകൃതിയുടെ സമ്പത്ത് അത് കണ്ട് മനസ്സിലാക്കുന്നതിനും അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തുന്നതിനുമെല്ലാമായി ഇവ വളരെ മികച്ച രീതിയിൽ തന്നെ സംരക്ഷിച്ചു പോരേണ്ടതാണ്.